Hello students, welcome back to YouTube Place Academy. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലസ് ടുയുടെ സോഷ്യോളജി ചാപ്റ്റർ 18 മേജർ പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രോസസ്സാണ്. സോഷ്യൽ ചേഞ്ചിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട പ്രക്രിയകൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ പ്രീവിയസ് ചാപ്റ്റർ നമുക്ക് സോഷ്യൽ ഫാക്ടേഴ്സാണ് നോക്കിയിട്ടുണ്ടായത്. അപ്പോൾ അതായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് പഠിക്കാനുള്ളത് സോഷ്യൽ ചേഞ്ചിൻ്റെ പ്രോസസ്സുകളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മീനിങ് ഓഫ് സോഷ്യൽ ചേഞ്ച്. അപ്പോൾ സാമൂഹ്യ മാറ്റത്തിൻ്റെ ഒരു മീനിങ് തന്നിട്ടുണ്ട്. എന്താണ് സാമൂഹ്യ മാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാമൂഹ്യ മാറ്റം എന്നതുകൊണ്ട് സാമൂഹിക ഘടനയിലുണ്ടാകുന്ന വ്യതിയാനം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ആ ഒരു നമ്മുടെ സാമൂഹിക ഘടനയിലുള്ളത് സോഷ്യൽ സ്ട്രക്ചറിലുള്ള ആ ഒരു വ്യതിയാനമാണ് സോഷ്യൽ ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി സോഷ്യൽ ചേഞ്ചിൻ്റെ ഈ ഒരു സാമൂഹിക മാറ്റത്തിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നോക്കാം. സാമൂഹിക മാറ്റം എല്ലാ സമൂഹങ്ങളിലും സംഭവിക്കുന്നു. അപ്പോൾ സാമൂഹിക മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സമൂഹങ്ങളിലും സംഭവിക്കുന്ന ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ചേഞ്ചാണ് ഈ ഒരു സാമൂഹ്യ മാറ്റം അഥവാ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. എന്താണ്? ഒരു പർട്ടിക്കുലർ ഏരിയയിലോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഇടയിൽ മാത്രം സംഭവിക്കുന്ന ഒരു ചേഞ്ച് അല്ല, മൊത്തത്തിലുള്ള സമൂഹത്തിൽ വരുന്ന ഒരു വ്യത്യാസമാണ് ഈ ഒരു സോഷ്യൽ ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സമൂഹവും മാറ്റമില്ലാതെ നിലനിൽക്കുന്നില്ല. അപ്പോൾ നമുക്കറിയാമല്ലേ, എല്ലാം എന്താണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് ചേഞ്ച് ഒരു നമ്മുടെ സമൂഹത്തിൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാ കാലഘട്ടത്തിലും എന്താണ് ഒരുപോലെ നമ്മുടെ സമൂഹം നിൽക്കില്ല, ഒരേപോലെ അതിൽ സ്റ്റക്കായിട്ട് നിൽക്കുമെന്നില്ല. എപ്പോഴും എന്താണ് ഡൈനാമിക്കാണ്, എപ്പോഴും ചേഞ്ച് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെ കാര്യത്തിലായിക്കോട്ടെ, ഡെമോഗ്രഫിക്കലി ആണെങ്കിലും നമ്മുടെ ജനസംഖ്യയിലാണെങ്കിലും നമ്മുടെ ടെക്നോളജിക്കലി നമ്മുടെ സാങ്കേതിക വിദ്യയിലാണെങ്കിലും നമ്മുടെ ആശയങ്ങളിലാണെങ്കിലും നമ്മുടെ മൂല്യങ്ങളിലാണെങ്കിലും ഓരോ കാലഘട്ടത്തിലും എന്താണ് സമൂഹം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സോഷ്യൽ ചേഞ്ചിൻ്റെ. സാമൂഹിക മാറ്റം എന്താണ്? എല്ലാ സമൂഹങ്ങളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സമൂഹ മാറ്റം ഒരു സമുദായ മാറ്റമാണ്. എന്താണ് സമൂഹ മാറ്റം എന്ന് സമുദായ മാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സമൂഹ മാറ്റം ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ കുറച്ച് വ്യക്തികൾക്കോ സംഭവിക്കുന്ന ഒന്നല്ല, പകരം സമൂഹത്തിന് മൊത്തം അല്ലെങ്കിൽ ഒരു സമുദായത്തിന് മൊത്തം സംഭവിക്കുന്ന ഒന്നാണ് സമൂഹ മാറ്റം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, സമൂഹ മാറ്റത്തിൻ്റെ വേഗത എല്ലായിടത്തും ഒരുപോലെയല്ല. അപ്പം നമുക്കറിയാം എല്ലാ സ്ഥലത്തും സമൂഹമാറ്റം സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ട് നമുക്കറിയാം. പക്ഷെ അതിൻ്റെ ആ ഒരു വേഗത, അതിൻ്റെ ഒരു ഡെപ്ത്, അതുപോലെ പല കാരണങ്ങൾ കൊണ്ട് അത് വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ആ ഒരു സോഷ്യൽ ചേഞ്ച് ആ ഒരു രീതിയിലായിരിക്കില്ല ഇപ്പം അമേരിക്കയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു വ്യതിയാനം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സമൂഹ മാറ്റത്തിൻ്റെ വേഗത പല സ്ഥലത്തും പല സമയത്തും പല രീതിയിലും ആയിരിക്കാം. അപ്പോൾ ഇന്നത്തെ ആധുനിക ലോകത്തിൽ നമ്മുടെ രാജ്യങ്ങളുടെ സമൂഹമാറ്റമൊക്കെ എന്താണ്? വളരെ പെട്ടെന്നാണ്. അതുപോലെ ഇന്ത്യക്കും സമൂഹമാറ്റമൊക്കെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫോർത്ത് പോയിന്റ് നോക്കാം. സമൂഹമാറ്റം സംഭവിക്കുന്നത് ഒരു നിയമം പോലെയാണ്. ഓക്കെ, അപ്പോൾ ഒരു നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്തായാലും പാലിക്കപ്പെടേണ്ട ഒരു കാര്യമില്ല നിയമം എന്ന് പറയുന്നത്. അതേപോലെയാണ് സമൂഹമാറ്റം സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. അത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഒരു നിയമം പോലെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ സമൂഹമാറ്റം നിയമം പോലെയാണ്, ഇത് സ്വാഭാവികമായിട്ടുള്ള ഒന്നാണ്. മാറ്റം സമൂഹത്തിൽ സ്വാഭാവികമായിട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. സാമൂഹ്യമാറ്റം മുൻകൂട്ടി നിശ്ചയിക്കാൻ സാധ്യമല്ല. നമുക്കത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് ഇങ്ങനൊരു മാറ്റം ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു കാര്യമല്ല. അതെന്താണ്? നോർമലി സംഭവിച്ചു പോകുന്ന കാര്യമാണ്. അതാണ് വ്യക്തമായിട്ട് നിർവചിക്കാൻ സാധിക്കാത്ത ഒന്നാണ് സാമൂഹ്യ മാറ്റം എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഒന്നിനു പുറകെ ഒന്നായി സംഭവിക്കുന്നു. അപ്പോൾ എന്താണ് സാമൂഹ്യ മാറ്റം എന്ന് പറഞ്ഞാൽ? ഒന്നിനു പുറകെ ഒന്നായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റമാണ്. പിന്നെ എന്താണ് നെക്സ്റ്റ് പോയിന്റ്? സാമൂഹിക മാറ്റം സംഭവിക്കുന്നത് ഒരുപാട് ഘടകങ്ങളുടെ പരസ്പര ബന്ധത്തിലൂടെയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഒരുപാട് ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ്? ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാവും, ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാവും, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാവും, നമ്മുടെ കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ടാവും, പിന്നെ നമ്മുടെ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എല്ലാം ഉള്ള ആ ഒരു രീതിയിലാണ് നമ്മുടെ മാറ്റം സംഭവിക്കുന്നത്, സാമൂഹിക മാറ്റം. അതെന്താണ്? ഒരുപാട് ഘടകങ്ങളുടെ ഒരു പരസ്പര ബന്ധത്തിൽ കൂടെയാണ് സാമൂഹിക മാറ്റം സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടേംസ് എവല്യൂഷൻ ആൻഡ് റവല്യൂഷൻ. ഫസ്റ്റ് നോക്കാം പരിണാമം. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
നമുക്കറിയാം എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിണമിക്കുക എന്ന വാക്കിൽ നിന്നുണ്ടായതാണ് പരിണാമം. അപ്പോൾ പരിണമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? രൂപാന്തരപ്പെടുക എന്നാണ് അർത്ഥം. ഇംഗ്ലീഷിൽ എവല്യൂഷൻ എന്ന് പറയും. അപ്പോൾ വേർതിരിഞ്ഞ് സംയോജിക്കുന്ന ഒരു പ്രക്രിയയാണ് പരിണാമം. ഒരു സമൂഹം ലളിത രൂപത്തിൽ നിന്നും സങ്കീർണമായ രൂപത്തിലേക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ രൂപാന്തരപ്പെടുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ എവല്യൂഷൻ എന്ന് പറയാം. ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു സമൂഹം, ലളിത രൂപത്തിലുണ്ടായ ഒരു സമൂഹത്തിനെ അത് കുറച്ചും കൂടി വൈഡായിട്ട്, കുറച്ചും കൂടി എന്താ പറയുക, സങ്കീർണമായ രൂപത്തിലേക്ക് ആ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ രൂപാന്തരപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ആ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു തീരെ ഡെവലപ്ഡ് അല്ലാത്ത ഒരു റൂറൽ ഏരിയയിലേക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, അവരുടെ എല്ലാ കാര്യങ്ങളും, കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും, അവർക്ക് വേണ്ട കാര്യങ്ങൾ, ആവശ്യ സാധനങ്ങളാണെങ്കിലും എല്ലാം അവരിലോട്ട് എത്തിച്ച് ചെറിയ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്ന് ഒരു ചേഞ്ച് കൊണ്ടുവന്ന് മാറ്റത്തിലൂടെ അത് ഇങ്ങനെ ഒരു ചെറിയൊരു ടൗൺഷിപ്പ് അവിടേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു പരിണാമം അല്ലെങ്കിൽ എവല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ പരിണാമത്തിൻ്റെ പ്രത്യേകതകൾ, ആ ഒരു എവല്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കാനുള്ളത്. ഫസ്റ്റ് പോയിന്റ്, ലളിതമായ അവസ്ഥയിൽ നിന്ന് സങ്കീർണമായ അവസ്ഥയിലേക്ക് പരിണാമം സംഭവിക്കുന്നു. എങ്ങനെയാണ്? ലളിതമായിട്ടുള്ളൊരു അവസ്ഥയിൽ നിന്നിട്ട് സങ്കീർണമായ അവസ്ഥയിലേക്ക് പരിണാമം സംഭവിക്കുകയാണ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, പരിണാമം സംഭവിക്കുമ്പോൾ ഐക്യരൂപമുള്ള സമൂഹം സങ്കരരൂപം കൈക്കൊള്ളുന്നു. നെക്സ്റ്റ് പോയിന്റ്, അത്ര വ്യക്തിപരമല്ലാത്ത സമൂഹം കൂടുതൽ വ്യക്തിപരമായി തീരുന്നു. പിന്നെ എന്താണ്? സാമൂഹ്യ പരിണാമം കീഴ്തലത്തിൽ നിന്ന് മേൽത്തലത്തിലേക്കാണ് തുടർച്ചയായി സംഭവിക്കുന്നത്. അപ്പോൾ താഴെ ഉള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് പിന്നെ അത് മുകളിലോട്ട് ഉയർന്ന് ഓരോ ചെറിയ ചേഞ്ചസ് വന്ന് അതൊരു വലിയ രീതിയിലോട്ടുള്ള ചേഞ്ചായി, സോഷ്യൽ ചേഞ്ചായി മാറുന്നത്. അതാണ് ആ ഒരു എവല്യൂഷൻ പറയുന്നത്. കീഴ്തലത്തിൽ നിന്ന് മേൽത്തലത്തിലേക്കാണ് തുടർച്ചയായിട്ട് ഈ ഒരു പരിണാമം സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേം നോക്കുക, വിപ്ലവം അഥവാ റെവല്യൂഷൻ. എന്താണ് റെവല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വിപ്ലവം നടക്കുന്നത് എങ്ങനെയാണ്? വളരെ പെട്ടെന്നായിരിക്കും അല്ലേ? അപ്പോൾ കൂടാതെ വിപ്ലവം നിലവിലുള്ള സാമൂഹ്യ സ്ഥിതിയെ മാറ്റിമറിക്കുന്ന ഒരു കാര്യം കൂടിയാണ് വിപ്ലവം എന്ന് പറഞ്ഞാൽ. പെട്ടെന്നാണ് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുക അല്ലേ? അപ്പോൾ എന്താണ് അത്? എന്തിനു വേണ്ടിയിട്ടാണ് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത്? അത് നമ്മുടെ നിലവിലുള്ള സാമൂഹ്യ അവസ്ഥയെ മാറ്റം വരുത്തി അവിടെ ഒരു പുതിയ, നമുക്ക് സ്വാതന്ത്ര്യലബ്ധിക്കായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു മാറ്റം വരണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഒരു വിപ്ലവം ഉണ്ടാവുക. അപ്പോൾ വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് എന്താണ്? നിലവിലുള്ള സമ്പ്രദായം ഏകദേശം പൂർണ്ണമായി മാറി പുതിയ സമ്പ്രദായം ഉടലെടുക്കുന്ന ആ ഒരു പ്രക്രിയയാണ് വിപ്ലവം. അപ്പോൾ അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തത് നോക്കുക. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് ചക്രവർത്തിയുടെ ഭരണം പെട്ടെന്ന് അവസാനിക്കുകയും അതുപോലെ പുതിയ ഭരണ സംവിധാനം ആരംഭിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അതൊരു റവല്യൂഷൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് അവിടെ ചക്രവർത്തിയുടെ ഭരണം മാറ്റിയിട്ട് അവിടെ ഒരു പുതിയൊരു ഭരണ സംവിധാനം വന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒരു റവല്യൂഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. പിന്നെ എന്താണ്? വിപ്ലവം അടിസ്ഥാനപരമായിട്ട് ജനങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യം കൂടിയാണ് വിപ്ലവം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ പുരോഗതിയുടെയും പ്രോഗ്രസിൻ്റെയും ഡെവലപ്മെൻറ്റിൻ്റെയും ആ ഒരു ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പുരോഗതി അഥവാ പ്രോഗ്രസ്. സാമൂഹ്യ മാറ്റം സംഭവിക്കുന്നത് ആഗ്രഹിക്കുന്ന രീതിയിലാണെങ്കിൽ അതിനെ പുരോഗതി എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സാമൂഹ്യ മാറ്റം അഥവാ സോഷ്യൽ ചേഞ്ച് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലാണെങ്കിലാണ് അവിടെ ഒരു പുരോഗതി അല്ലെങ്കിൽ പ്രോഗ്രസ് എന്ന് പറയാം. അപ്പോൾ പുരോഗതിയുടെ ലക്ഷണങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അത് ഓരോ പോയിന്റ് വൈസ് ആയിട്ട് നമുക്ക് നോക്കാം. പുരോഗതിയിൽ കഴിഞ്ഞ കാലത്തിൻ്റെയും നിലനിൽക്കുന്ന കാലത്തിൻ്റെയും ലക്ഷണങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ കാലത്തിൻ്റെയും അതുപോലെ ഇപ്പോൾ നിലവിലുള്ള കാലഘട്ടത്തിൻ്റെയും ഒക്കെ ലക്ഷണങ്ങൾ നമുക്ക് പ്രോഗ്രസ്സിലൂടെ കാണാൻ പറ്റും. നമുക്ക് എന്തൊക്കെ പ്രോഗ്രസ് വന്നെന്നുള്ളതൊക്കെ എന്താണ് അതിലൂടെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്? പുരോഗതി സൂചിപ്പിക്കുന്നത് മുൻകൂട്ടി തീരുമാനിച്ച ചോദ്യത്തിൻ്റെ സാക്ഷാത്കാരമാണ്. അപ്പോൾ പുരോഗതി എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പുരോഗതി നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, അത് നമ്മൾ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് നമുക്ക് അങ്ങനെ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നേടിയെടുക്കണം. അത് പിന്നെയാണ് നമുക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാലാണ് നമ്മളതിൻ്റെ നമ്മളത് പണ്ട് അങ്ങനെയായിരുന്നു, പിന്നെ ഇങ്ങനെയായിരുന്നു, അങ്ങനെയൊക്കെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഈ ഒരു പുരോഗതിയുണ്ട് നമ്മുടെ ആ ഒരു പ്രോഗ്രസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്താണ് നെക്സ്റ്റ് പോയിന്റ്? സാങ്കേതിക പുരോഗതിയിൽ പണം, വാർത്താവിനിമയം, ഗതാഗതം എന്നിവ ഉൾപ്പെടുന്നു. നെക്സ്റ്റ്, പുരോഗതി ഒരു പ്രദേശത്ത് നിന്ന് വേറൊരു പ്രദേശത്തേക്ക് മാറുന്ന ഒന്നാണ് പുരോഗതി. നെക്സ്റ്റ് പോയിന്റ്, മനുഷ്യ വികസനത്തിൻ്റെ മുന്നോടി പുരോഗതിയാണ്.
നെക്സ്റ്റ്, ഒരു സമൂഹം സങ്കീർണമായി തീരുന്നതും തൊഴിൽ വിഭജനം സംഭവിക്കുന്നതും ഒക്കെ എങ്ങനെയാണ്? പുരോഗതിയോടുകൂടിയാണ് ഒരു സമൂഹം കുറച്ചുകൂടെ സങ്കീർണമായിട്ട് തീരുന്നതും അതുപോലെ അവിടെ ഒരു തൊഴിൽ വിഭജനം സംഭവിക്കുന്നതൊക്കെ എങ്ങനെയാണ്? പ്രോഗ്രസ്സിലൂടെയാണ്. നെക്സ്റ്റ് പോയിന്റ്, പുരോഗതി പ്രധാനമായും 2 കാര്യങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഒന്ന്, അത് തുടങ്ങിയ സമയവും ആ പുരോഗതി എത്തി നിൽക്കുന്ന സമയം. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പുരോഗതി പ്രധാനമായിട്ട് 2 കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന്, ആ ഒരു പുരോഗതി അത് തുടങ്ങിയ സമയം, പിന്നെ നമ്മൾ ആ ഒരു പുരോഗതിയിൽ എത്തി നിൽക്കുന്ന സമയം. ഈ ഒരു 2 ടൈമിനെയാണ് അവിടെ പ്രോഗ്രസ്സിൽ നമുക്ക് കാണാനാവുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് വികസനം അഥവാ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. വികസനത്തിൻ്റെ സ്വഭാവ വിശേഷണങ്ങൾ താഴെ പറയുന്നവയാണ്. അതിൻ്റെ പ്രത്യേകത നോക്കാം. വികസനം അഥവാ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം സമൂഹത്തിൽ നടപ്പിലാക്കുന്ന മാറ്റങ്ങളാണ് വികസനം. എന്താണ്? നമ്മൾ പ്രീ പ്ലാൻഡ് ആയിരിക്കും ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. മുൻകൂട്ടി നമ്മൾ തീരുമാനിച്ച പ്രകാരമാണ് സമൂഹത്തിൽ നടപ്പിലാക്കുന്ന മാറ്റങ്ങളാണ് വികസനം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, വികസനം ആ രാജ്യത്തെ സാമൂഹിക സാംസ്കാരിക ഘടകങ്ങളെയും ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയപരവുമായ സംഭവങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ വികസനം എന്തൊക്കെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? ആ രാജ്യത്തിൻ്റെ സാംസ്കാരിക കൾച്ചറൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണെങ്കിലും അതുപോലെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണെങ്കിലും പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിനെ ആണെങ്കിലും ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡെവലപ്മെൻറ്റ് ആശ്രയിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, വികസനം ഓരോ സമൂഹത്തിലും വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ വികസനം പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് വികസനം എന്ന് പറഞ്ഞാൽ. അത് കാർഷികമായിക്കോട്ടെ, ആരോഗ്യം, വിദ്യാഭ്യാസം, കച്ചവടം എന്നീ മേഖലകളുമായിട്ടൊക്കെ എന്താണ്? വികസനത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം, സ്ത്രീകളുടെയും അശരണരുടെയും ക്ഷേമം, ന്യൂനപക്ഷ ക്ഷേമം തുടങ്ങിയവയെല്ലാം ഒരു രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മാത്രമല്ല ഒരു വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ നമ്മുടെ സ്ത്രീകളുടെ ആണെങ്കിലും അതുപോലെ അശരണരുടെ ആണെങ്കിലും എല്ലാവരുടെയും ക്ഷേമം, ന്യൂനപക്ഷക്കാരുടെ ഒക്കെ ക്ഷേമം, ഇതൊക്കെ എന്താണ്? ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ പ്രവർത്തനങ്ങളാണെന്ന് പറയാമല്ലേ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക്കാണ് തിയറീസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ഇപ്പോൾ സോഷ്യൽ ചേഞ്ചിൻ്റെ തിയറീസാണ് നമുക്ക് നോക്കാനുള്ളത്. അത് ഫസ്റ്റ് വൺ പരിണാമപരമായ സമീപനമുണ്ട്. അതുപോലെ നെക്സ്റ്റ് ആണ് നിർവഹണക്ഷമതാപരമായ സമീപനമുണ്ട്, ഫങ്ഷണലിസ്റ്റ് അപ്രോച്ച്. മൂന്നാമത്തത് സംഘടനാവാദം, കോൺഫ്ലിക്റ്റ് തിയറി. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 തിയറീസാണ് സോഷ്യൽ ചേഞ്ചിനുള്ളത്. അത് നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ്, എവല്യൂഷണറി അപ്രോച്ച് അഥവാ പരിണാമപരമായിട്ടുള്ള സമീപനം എന്ന് വെച്ചാൽ എന്താണ്? സമൂഹത്തിലെ മാറ്റത്തിൻ്റെ ദിശയും വർദ്ധിച്ചു വരുന്ന സങ്കീർണതയും സംഘടനാപരമായ വേർതിരിവുകളുമാണ് പരിണാമ സിദ്ധാന്തങ്ങളുടെ പ്രധാന തത്വങ്ങൾ. അപ്പോൾ എന്താണ് ഈ ഒരു എവല്യൂഷണറി അപ്രോച്ചിൻ്റെ ആ ഒരു പ്രധാന തത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ മാറ്റത്തിൻ്റെ ദിശയും പിന്നെ അതുപോലെ നമ്മുടെ വർദ്ധിച്ചു വരുന്ന സങ്കീർണതയും അതുപോലെ സംഘടനാപരമായ വേർതിരിവുകളും ഒക്കെയാണ് ഈ ഒരു പരിണാമ സിദ്ധാന്തത്തിൻ്റെ പ്രധാന തത്വങ്ങൾ. അപ്പോൾ ഓരോ സമൂഹവും എന്താണ്? കൂടുതൽ സങ്കീർണമായ ഘട്ടങ്ങളിലൂടെ പൂർണ്ണതയിലേക്ക് പുരോഗമിക്കുന്നു എന്നാണ് സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവായ അഗസ്റ്റേ കോന്തെ വിശ്വസിക്കുന്നത്. അപ്പം 3 വ്യക്തമായ ഘട്ടങ്ങളിലൂടെയാണ് പരിണാമം സംഭവിക്കുന്നത്. ഓക്കെ, കാരണം എന്താണ്? സമൂഹത്തിൽ പരിണാമപരമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാവും. അതിലെന്താണ്? സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവായിട്ടുള്ള അഗസ്റ്റേ കോന്തെ പറയുന്നത് എന്താണ്? 3 ഘട്ടങ്ങളിലായിട്ടാണ് പരിണാമം സംഭവിക്കുന്നത് എന്നാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ തിയറി നോക്കാം. നിർവഹണക്ഷമതാപരമായ സമീപനം, ഫങ്ഷണലിസ്റ്റ് അപ്രോച്ച്. ഇത് പ്രകാരം എന്താ? സാമൂഹ്യ പ്രതിഭാസങ്ങൾക്ക് മറ്റു സാമൂഹ്യ പ്രതിഭാസങ്ങളുമായുള്ള പ്രതിപ്രവർത്തനവും പരസ്പര ആശ്രയത്വവും വിശദീകരിക്കാനുള്ള ഒരു ശ്രമമാണ് നിർവഹണക്ഷമതാവാദം. ഈ ഒരു സിദ്ധാന്തത്തിൻ്റെ പ്രധാന ഉപജ്ഞാതാവ് ആരാണ്? ടാൽകോട്ട് പാഴ്സൺ എന്നാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ സന്തുലിത മാതൃകയിൽ സമൂഹത്തിൻ്റെ ഒരു ഭാഗത്ത് മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ മറ്റു ഭാഗങ്ങളിൽ ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ടായിരിക്കണം. അപ്രകാരം നടക്കുന്നില്ലെങ്കിൽ സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥ തകരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഫങ്ഷണലിസ്റ്റ് അപ്രോച്ച് പ്രകാരം എന്താണ് പറയുന്നത്? ഈ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ടാൽകോട്ട് പാഴ്സൺ ആണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എന്ത് മാറ്റവും എന്താണ്? അത് പരസ്പര ആശ്രയത്തിലൂടെയും അല്ലാതെ പരസ്പര സഹായത്തോടും മാത്രമാണ് നടക്കുന്നത് എന്നാണ് ഈ ഒരു നിർവഹണക്ഷമതാപരമായിട്ടുള്ള ഈ ഒരു ഫങ്ഷണലിസ്റ്റ് അപ്രോച്ചിൽ പറയുന്നത്. അപ്പോൾ എന്ത് മാറ്റവും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എന്ത് മാറ്റവും പരസ്പര
സഹായത്തോടെയും പരസ്പര ആശ്രയത്വത്തോടെയും മാത്രമാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് തിയറിയാണ് സംഘടനാവാദം അഥവാ കോൺഫ്ലിക്റ്റ് തിയറി. ഈ ഒരു കോൺഫ്ലിക്റ്റ് തിയറി എന്താണ് പറയുന്നത് നോക്കാം. സംഘടനാവാദികളുടെ അഭിപ്രായത്തിൽ സമൂഹത്തിൽ ഒരു ഗണം മറ്റൊരു ഗണത്തിനെതിരെ എപ്പോഴും പോരാടുന്നുണ്ട്. ഈ സംഘടനത്തിൽ നിന്നാണ് അനിവാര്യവും എന്നാൽ മാതൃകാപരവുമായിട്ട് പരിവർത്തനം ഉണ്ടാകുന്നത്. ഇപ്പോൾ സംഘടനാവാദികളിൽ പ്രമുഖർ കാൾ മാർക്സ് ആണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ 2 വർഗ്ഗങ്ങൾ തമ്മിലുള്ള സംഘടനത്തിൽ നിന്നുമാണ് സാമൂഹിക മാറ്റം ഉണ്ടാകുന്നത്. ആ വർഗ്ഗങ്ങൾ മുതലാളികളും തൊഴിലാളികളുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഇതിലെന്താ പറയുന്നത് കോൺഫ്ലിക്റ്റ് തിയറിയിൽ? അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ എന്ത് ഒരു കാര്യം നടക്കണമെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടീസിന് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഒരു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അവരുടെ സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളും ഉണ്ടാവും എന്ന് വെക്കുക. അപ്പോൾ ഇതിലെന്താണ്, അപ്പോൾ ഇവർ രണ്ടുപേരും എന്താണ്, ഇവരുടെ ആ ഒരു പ്രിൻസിപ്പിൾസ്, ഇവരുടെ ആ ഒരു എന്താണ് പോയിന്റ് ഓഫ് വ്യൂ വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് ഇവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ ഒരു കലഹോ സംഘടനയോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇത് രണ്ടും സംഭവിച്ചിട്ട് ഇതിലൊന്നേ ജയിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ അത് പോസിറ്റീവായിട്ടുള്ളതേ ജയിക്കൂ എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്നൊരു കോൺഫ്ലിക്റ്റ്, സമൂഹത്തിൽ 2 ഗ്രൂപ്പുകളുണ്ട്, അതിൽ നിന്നാണ് ആ 2 പേരുടെയും തമ്മിലുള്ള ഒരു സംഘടനത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു പുതിയൊരു കാര്യം വരുന്നത് അല്ലെങ്കിൽ ഒരു പുതിയൊരു ചേഞ്ച് വരുന്നതെന്നാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് തിയറി പ്രകാരം പറയുന്നത്. അപ്പോൾ സമൂഹത്തിലെ ഗണങ്ങൾ തമ്മിൽ എപ്പോഴും പോരാടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ സംഘടനാവാദം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 4ാമത്തെ തിയറിയാണ് ചാക്രിക സിദ്ധാന്തം അല്ലെങ്കിൽ സൈക്ലിക്കൽ തിയറി. ഈ ഒരു സൈക്ലിക്കൽ തിയറി പ്രകാരം എങ്ങനെയാണെന്ന് നോക്കാം. ചാക്രിക സൈദ്ധാന്തികർ മാറ്റത്തെ കാണുന്നത് ഒരു വലിയ ചക്രം അഥവാ വൃത്തമായിട്ടാണ്. അപ്പോൾ പരിവർത്തനത്തിൽ ദീർഘകാല പ്രവണതകളൊന്നും അവർ കാണുന്നില്ല. അതിന് പകരം അവർ കാണുന്നത് സമൂഹം വളർച്ചയുടെയും തളർച്ചയുടെയും ഇടവിട്ടുള്ള ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നതായിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു ചാക്രിക സിദ്ധാന്തം പറയുന്നത്? അപ്പോൾ ഈ ഒരു സോഷ്യൽ ചേഞ്ചിൻ്റെ തിയറി പ്രകാരം പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും എന്താണ് വളർച്ച മാത്രമല്ല അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് മാത്രമല്ല ഉണ്ടാകുന്നത്, നമുക്ക് അതിൻ്റെതായ തളർച്ചയും ഉണ്ടാവുന്നതാണ് ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്. അതിങ്ങനെയുള്ള ഇടവിട്ടുള്ള ഘട്ടങ്ങളിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എപ്പോഴും പോസിറ്റീവും സംഭവിക്കാം, നെഗറ്റീവും സംഭവിക്കാം. അപ്പോൾ ആ ഒരു സൈക്ലിക്കലായിട്ടുള്ള ആ ഒരു കാര്യം നമുക്ക് നല്ലതും സംഭവിക്കാം, ചീത്തവും സംഭവിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രീതിയിൽ നീങ്ങുന്നതിനെയാണ് ഒരു ചാക്രിക സിദ്ധാന്തത്തിൽ പറയുന്നത്. അപ്പോൾ അതൊരു എന്താണ് വലിയ ചക്രം അഥവാ ഒരു ചക്രമായിട്ടാണ് അത് കാണുന്നത്. അതിലെന്താണ് പരിവർത്തനത്തിൽ ദീർഘകാല പ്രവണതകളൊന്നും അവർ കാണുന്നില്ല. അതിന് പകരമായിട്ട് അവർ കാണുന്നതാണ് സമൂഹത്തിൻ്റെ വളർച്ചയുടെയും തളർച്ചയുടെയും ഇടവിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് ഈ ചാക്രിക സിദ്ധാന്തത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് പാറ്റേൺസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ചേഞ്ചിൻ്റെ കുറച്ച് പാറ്റേൺസ് ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പാറ്റേൺ ആണ് ലീനിയർ ചേഞ്ച്. ലീനിയർ ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ രീതിയിലുള്ള മാറ്റം ഏത് പാരമ്പര്യ അടിസ്ഥാനത്തിൽ നിന്നുള്ള മാറ്റമാണ്. സമൂഹം വളരെ ലളിതമായ അവസ്ഥയിൽ നിന്നും സങ്കീർണമായ അവസ്ഥയിലേക്ക് മാറുന്നു. അതാണ് ലീനിയർ ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. നമുക്കറിയാം ആ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിലുള്ളൊരു മാറ്റം, ആ ഒരു മാറ്റത്തിനെയാണ് നമ്മൾ ലീനിയർ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, A1 A2 A3. A1 A2 A3. അപ്പോൾ ഈ A എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് വീടുകളാണെന്ന് വിചാരിക്കുക, ഫ്യൂ ഹൗസസ്. പിന്നെ അതൊരു വില്ലേജ് ആയിട്ട് മാറി. പിന്നെ A2 എത്തുമ്പോൾ അതൊരു ടൗൺ ആയിട്ട് മാറി. അങ്ങനെ ഒരു ചെറിയ ചെറിയ ചേഞ്ചസിലൂടെ ഒരു ടൗൺഷിപ്പ് കൊണ്ടുവരുന്നത്, ആ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അതാണ് ലീനിയർ ചേഞ്ച്. ഒരേ രീതിയിലുള്ള ഒരു പാരമ്പര്യമായ അടിസ്ഥാനത്തിൽ നിന്നുള്ളൊരു മാറ്റമാണ് ലീനിയർ ചേഞ്ച്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ചേഞ്ച് എന്താണ്, സൈക്ലിക്കൽ ചേഞ്ച്. ഒരു സൈക്ലിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, സമൂഹത്തിൻ്റെ മാറ്റം ചാക്രികമായി നടക്കുന്ന ഒന്നാണ്. ഇതൊരു ഘട്ടത്തിൽ നിന്നും മാറി മറ്റൊന്നിലേക്ക് എത്തുകയും വീണ്ടും ആദ്യം മുതൽ ആവർത്തിക്കുകയും ചെയ്യുന്നു. അതാണ് സൈക്ലിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു സമൂഹത്തിൻ്റെ മാറ്റം ഒരു ചാക്രികമായിട്ട് ഒരു സൈക്ലിക്കൽ രീതിയിലാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ഇതിലെന്താണ്, ഒരു ഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് മാറും, പിന്നെ അത് വീണ്ടും പഴയൊരു സിറ്റുവേഷനിലോട്ട് തന്നെ മാറും. അതിനെങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതിനാണ് സൈക്ലിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫ്ലക്ച്വേറ്റിംഗ് ചേഞ്ച്. ഫ്ലക്ച്വേറ്റിംഗ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ലീനിയർ ആയിട്ടുള്ളതാണോ? അല്ല, ഒരു ഏറ്റക്കുറച്ചിലുകളുള്ള ഒരു ചേഞ്ചാണ് ഫ്ലക്ച്വേറ്റിംഗ് ചേഞ്ച്. ഇപ്പോൾ സമൂഹത്തിൽ കാണാൻ സാധിക്കും നമുക്ക് ഈ ഒരു ഏറ്റക്കുറച്ചിലുകളുള്ള ചേഞ്ചിനെ. അപ്പം ചില സമൂഹ സാഹചര്യങ്ങളിൽ മാറ്റം വളരെ സാവധാനത്തിലേ സംഭവിക്കുകയുള്ളൂ, മറ്റു ചിലതിൽ എന്താണ് വളരെ പെട്ടെന്ന് സംഭവിക്കും. അപ്പോൾ അതാണ് ഉദാഹരണമായിട്ട് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്, ചിലപ്പോൾ കർഷകരുടെ ജീവിതത്തെയൊക്കെ ബാധിക്കുന്നുണ്ട്.
ഓക്കെ, അതാണ് ഒരു ഫ്ലക്ച്വേറ്റിംഗ് ചേഞ്ച്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ മഴ വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ്, അവർ മഴ തീരെ എക്സ്പെക്റ്റ് ചെയ്തില്ല, അതുകൊണ്ട് മഴ വന്നു കഴിഞ്ഞിട്ട് അവരുടെ കൃഷി നശിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ലാഭം ഉണ്ടാവില്ല, നഷ്ടമാവും. പിന്നെ അവർക്കത് വീണ്ടും കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് കൃഷിയൊക്കെ മാറ്റി ചെയ്തിട്ട് വേണം അവർക്ക് അതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കാൻ. അതാണ് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ്, വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ചേഞ്ച് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ സ്ഥലങ്ങളിൽ ചില സമൂഹത്തിലൊക്കെ ചേഞ്ച് അല്ലെങ്കിൽ മാറ്റമൊക്കെ വളരെ സാവധാനത്തിലേ സംഭവിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമുക്കിതിൽ നമ്മൾ സോഷ്യൽ സ്ട്രക്ചർ അതുപോലെ സോഷ്യൽ ചേഞ്ചിൻ്റെ പ്രോസസ്സുകളാണ് നമ്മളിന്ന് പറഞ്ഞിട്ടുള്ളത്. തിയറീസ് പറഞ്ഞിരുന്നു, അതുപോലെ സാമൂഹിക മാറ്റം എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച്, അത് 4 ടൈപ്പ് ഉണ്ട്. പരിണാമപരമായിട്ടുള്ളൊരു സമീപനം പറഞ്ഞു, നിർവ്വഹണക്ഷമതാപരമായിട്ടുള്ളൊരു സമീപനം പറഞ്ഞു, സംഘടനാവാദം പറഞ്ഞു, ചാക്രിക സിദ്ധാന്തം, ഇതൊക്കെ പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് ഒന്നുകൂടെ കാണുക. ഓക്കെ, താങ്ക് യു.